പ്രിയ പഠിതാക്കളെ, നമ്മൾ 7ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരുന്നത്, അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഇന്ന് നമ്മളതിൽ പഠിക്കുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്തുള്ള 13 ബ്രിട്ടീഷ് കോളനികൾ 18ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്തുള്ള 13 കോളനികൾ, ബ്രിട്ടീഷ് കോളനികൾ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ 18ാം നൂറ്റാണ്ടിൽ നടത്തിയ സമരമാണ് എന്ത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഏതൊക്കെയാണ് ഈ 13 കോളനികൾ എന്ന് നമുക്ക് നോക്കാം. ന്യൂയോർക്ക്, ന്യൂ ഹാംഷെയർ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, ന്യൂ ഫൗണ്ട്ലാൻഡ്, റോഡ് ഐലൻഡ്, ഫിലാഡൽഫിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വെർജീനിയ, ഡെലാവെയർ, മസാച്യുസെറ്റ്, ജോർജിയ. ഒന്നുകൂടെ നോക്കാം. ന്യൂയോർക്ക്, ന്യൂ ഹാംഷെയർ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, ന്യൂ ഫൗണ്ട്ലാൻഡ്, റോഡ് ഐലൻഡ്, ഫിലാഡൽഫിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വെർജീനിയ, ഡെലാവെയർ, മസാച്യുസെറ്റ്, ജോർജിയ. ഇവയാണ് 13 കോളനികൾ. ഈ കോളനികൾ 18ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് നമ്മൾ എന്ത് പറയുന്നത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. എന്തിനാണ് ഈ 13 കോളനികൾ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ സമരം നടത്തിയത്? എന്തുകൊണ്ടാണ് അവർ ബ്രിട്ടനെതിരെ സമരം നയിച്ചത്? അതിനുള്ള കാരണങ്ങൾ എന്താണ്? അതാണ് നമ്മളിനി നോക്കുന്നത്. കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, അതാണ് ഒന്നാമത്തത്. എന്താണ്? കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം. അപ്പോൾ ഒന്നാമത്തെ കാരണം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലുള്ള ഒന്നാമത്തെ കാരണം ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ. എന്തിലൊക്കെയാ? കോളനിയിലെ വ്യാപാരത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ. 2, ബ്രിട്ടനിലെ ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികൾ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള ബ്രിട്ടൻ്റെ നിബന്ധന. എന്താണ്? ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മാത്രമേ ആര് ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ? കോളനികൾ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികൾ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന് ബ്രിട്ടൻ നിബന്ധന വെച്ചു. ഇത് കോളനികൾക്ക് സ്വീകാര്യമായിരുന്നില്ല. 3, ബ്രിട്ടൻ ഫ്രാൻസുമായി ഒരു യുദ്ധം നടത്തി. അതിനെ സപ്തവത്സര യുദ്ധം എന്നറിയപ്പെടുന്നു. സപ്തവത്സര യുദ്ധം, 7 വർഷം നീണ്ടുന്ന യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം കോളനികൾ വഹിക്കണം എന്നാവശ്യപ്പെട്ടു. നോക്കൂ, സപ്തവത്സര യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടൻ ഫ്രാൻസുമായി നടത്തിയ യുദ്ധത്തിൻ്റെ ഒരു ഭാഗം ആര് വഹിക്കണം? കോളനികൾ വഹിക്കണം. സപ്തവത്സര യുദ്ധം, അതിൻ്റെ ഒരു ഭാഗം, ചെലവിൻ്റെ ഒരു ഭാഗം അല്ലേ, കോളനികൾ വഹിക്കണം എന്നാവശ്യപ്പെട്ടു. അത് കോളനികൾക്ക് സമ്മതമായിരുന്നില്ല. അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാരണമായി. അടുത്തത്, കോളനികളുടെ മേൽ പ്രത്യക്ഷ നികുതികൾ ചുമത്തി. ബ്രിട്ടൻ കോളനികളുടെ മേൽ പ്രത്യക്ഷ നികുതികൾ ചുമത്തി. അടുത്തത്, കോളനികളിലെ നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും സ്റ്റാമ്പ് നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് 1765 സ്റ്റാമ്പ് നിയമം പുറപ്പെടുവിച്ചു. നോക്കൂ, 1765 സ്റ്റാമ്പ് നിയമം. കോളനികളിലെ എല്ലാ നിയമപരമായ പ്രമാണങ്ങളിലും ഒരു നിശ്ചിത തുകയുടെ സ്റ്റാമ്പ് പതിക്കണം. അതാണ് സ്റ്റാമ്പ് നിയമം, 1765 സ്റ്റാമ്പ് നിയമം. അപ്പോൾ അത് ഒരു കാരണമായി. ഇനി അടുത്തതോ, ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില എന്നിവയുടെ മേൽ നികുതി ചുമത്തി. എന്തൊക്കെയാണ്? ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില ഇവയുടെ മേൽ നികുതി ചുമത്തി. ബ്രിട്ടൻ നികുതി ചുമത്തി. അത് അടുത്ത കാരണം. മറ്റൊരു കാരണം, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ഏതാണ്?
ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ എന്ത് ചെയ്തു? നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പോൾ ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ. 2, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികൾ ഇറക്കുമതി ചെയ്യാൻ പാടുള്ളൂ എന്ന് ബ്രിട്ടൻ നിബന്ധന വച്ചു. 3, സപ്തവത്സര യുദ്ധം, അതായത് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടത്തിയ സപ്തവത്സര യുദ്ധത്തിൻ്റെ ചെലവിൻ്റെ ഒരു ഭാഗം കോളനികൾ വഹിക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. 4, കോളനികൾക്ക് മേൽ പ്രത്യക്ഷ നികുതികൾ ചുമത്തി. 5, കോളനികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും ഒരു നിശ്ചിത തുകയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണമെന്ന് നിർബന്ധിക്കുന്ന 1765 സ്റ്റാമ്പ് നിയമം. 6, ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില ഇവയുടെ മേൽ എന്ത് ഏർപ്പെടുത്തി? നികുതി ഏർപ്പെടുത്തി. ഈ കാരണങ്ങളൊക്കെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോൾ ഈ നികുതി ഏർപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരെ വലിയ കോളനിയിലെ ജനങ്ങൾ വലിയ സമരം സംഘടിപ്പിച്ചു, ശക്തമായ സമരം സംഘടിപ്പിച്ചു നികുതി വർധനവിനെതിരെ. പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണെന്ന് ജെയിംസ് ഓട്ടിസ് എന്ന നേതാവ് പ്രഖ്യാപിച്ചു. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കാൻ പാടില്ല, അങ്ങനെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണെന്ന് ജെയിംസ് ഓട്ടിസിനെ പോലുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചു. ഈ മുദ്രാവാക്യം കോളനിയിലെമ്പാടും മുഴങ്ങിക്കേട്ടു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഇതിനെ തുടർന്ന് തേയില ഒഴികെയുള്ള സാധനങ്ങളുടെ നികുതി സർക്കാർ പിൻവലിച്ചു. പക്ഷേ തേയിലയുടെ നികുതി പിൻവലിച്ചില്ല. തേയില ഒഴികെയുള്ള സാധനങ്ങളുടെ നികുതി പിൻവലിച്ചു. 1773 ഡിസംബർ മാസം 1773 ഡിസംബർ മാസത്ത് ബോസ്റ്റൺ തുറമുഖത്ത് തേയില കയറ്റി വന്ന ഒരു കപ്പലിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷമണിഞ്ഞ കലാപകാരികൾ അല്ലെങ്കിൽ അമേരിക്കൻ ജനത കടന്നു കയറുകയും ആ കപ്പലിലുണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ മുഴുവൻ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. എന്താണ്? 1773 ഡിസംബറിൽ തേയില നിറച്ചു വന്ന ഒരു കപ്പലിൽ ഇവിടെ ബോസ്റ്റൺ തുറമുഖത്ത് റെഡ് ഇന്ത്യക്കാരുടെ വേഷമണിഞ്ഞുകൊണ്ട് കോളനികളിൽ നിന്നുള്ള സമരക്കാർ കടന്നു കയറുകയും അവർ ആ തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. ഇതിനെ ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. ബോസ്റ്റൺ ടീ പാർട്ടി. കാരണം എന്താ? തേയിലയുടെ മേലുള്ള നികുതി പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. 1773 ഡിസംബറിൽ ബോസ്റ്റൺ തുറമുഖത്ത് വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ട കപ്പലിൽ നിന്ന് തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിയുന്നു. ഇനി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാൾവഴികൾ നമുക്ക് നോക്കാം. അപ്പോൾ 1773 ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബോസ്റ്റൺ ടീ പാർട്ടി നമ്മൾ പറഞ്ഞു. ഷോർട്ട് ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കാം, വർഷം ചോദിക്കാം. 1774 കോളനികളുടെ പ്രതിനിധികൾ സമ്മേളിച്ച ഫിലാഡൽഫിയയിലെ ഒന്നാമത്തെ അമേരിക്കൻ കോൺഗ്രസ്, ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്, ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ് 1774. 1775 രണ്ടാം അമേരിക്കൻ കോൺഗ്രസ്. അതിൽ ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കുന്നു. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ചു 1775. ആ വർഷം തന്നെ 1775 തന്നെ ജോർജ് വാഷിങ്ടണിൻ്റെ നേതൃത്വത്തിലുള്ള കോളനി സൈന്യം ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇപ്പോൾ കോളനി സമരക്കാരുടെ സൈനിക നേതാവ് ജോർജ് വാഷിങ്ടന്റെ നേതൃത്വത്തിൽ സമരം പ്രഖ്യാപിച്ചു. 1776 മൂന്നാം കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ സമ്മേളിക്കുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 മൂന്നാം അമേരിക്കൻ കോൺഗ്രസ് എവിടെയാണ് സമ്മേളിച്ചത്? ഫിലാഡൽഫിയയിൽ. 1781 ബ്രിട്ടീഷ് സൈന്യം കീഴടങ്ങുന്നത്.
1781. 1783 സന്ധിയിൽ ഒപ്പുവെച്ചു. ഏത് സന്ധി? വെഴ്സായ് ഉടമ്പടി. വെഴ്സായ് ഉടമ്പടി, വെഴ്സായ് സന്ധി, വെഴ്സായ് മതി. വെഴ്സായ് ഉടമ്പടി പ്രകാരം യുദ്ധം അവസാനിച്ചു. അപ്പോൾ നമുക്ക് 1774 ഒന്നാം ഫിലാഡൽഫിയ കോൺഗ്രസ്, 1775 വീണ്ടും രണ്ടാം സമ്മേളനം ചേരുന്നു. ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവിന് നൽകുന്നു. ആ വർഷം തന്നെ ജോർജ് വാഷിങ്ടണിനെ തങ്ങളുടെ സൈനിക നേതാവായി സമരക്കാർ നിയമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമരം ആരംഭിക്കുന്നു. 1776 മൂന്നാം സമ്മേളനം ഫിലാഡൽഫിയയിൽ ചേർന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. 1781 ബ്രിട്ടീഷ് സൈന്യം കീഴടങ്ങുന്നു. 1783 വെഴ്സായ് ഉടമ്പടി പ്രകാരം യുദ്ധം പൂർണ്ണമായി അവസാനിക്കുന്നു. അതേ തുടർന്ന് 13 കോളനികൾ സ്വതന്ത്രമായി മാറുകയും ആ കോളനികളെ അമേരിക്കൻ ഐക്യനാടുകൾ എന്ന് അറിയപ്പെടുകയും ചെയ്തു. അമേരിക്കൻ ഐക്യനാടുകൾ, USA, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ആ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി ചുമതലയേറ്റത് ജോർജ് വാഷിങ്ടൺ ആണ്. ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റായി ചുമതലയേറ്റതാരാണ്? ജോർജ് വാഷിങ്ടൺ. അപ്പം നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് നമ്മൾ കണ്ടത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിൻ്റെ നാൾവഴികൾ കുറച്ച് തന്നിട്ടുണ്ട്. അവിടെ കുറേ ഒൺവേഡ് ചോദ്യമുണ്ട്, കുറേ വർഷങ്ങളുണ്ട്. അപ്പോൾ ക്രൊണോളജിയൊക്കെ ആ ഭാഗത്ത് നിന്ന് ചോദിക്കാം. അമേരിക്കയുടെ USA ആദ്യത്തെ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യത്തെ പ്രസിഡന്റ് പറയുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം കൂടി നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അതായത് തെക്കേ അമേരിക്കയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെടുന്നത്. തെക്കേ അമേരിക്കയാണ് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. സ്പെയിനും പോർച്ചുഗലുമാണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. സ്പെയിനും പോർച്ചുഗലും എവിടെ? തെക്കേ അമേരിക്കയിൽ. തെക്കേ അമേരിക്കയെ തന്നെയാണ് എന്ത് വിളിക്കുന്നത്? ലാറ്റിൻ അമേരിക്ക എന്നും വിളിക്കുന്നത്. ബ്രസീൽ ഒഴികെയുള്ള മറ്റെല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്പെയിനിൻ്റെ കോളനികളാണ്, അല്ലെങ്കിൽ സ്പെയിനിൻ്റെ കീഴിലാണ്. ബ്രസീൽ ആരുടെ കോളനിയാണ്? ബ്രസീൽ കീഴടക്കിയത് ആരാ? നമ്മൾ നേരത്തെ കണ്ടു. ആരാണ്? പോർച്ചുഗലാണ് അല്ലേ? ബ്രസീൽ പോർച്ചുഗീസ് നിയന്ത്രണത്തിലാണ്. അപ്പോൾ സ്പാനിഷ് ഭാഷയും പോർച്ചുഗീസ് ഭാഷയുമാണ് കൂടുതലായും ഇവിടെ സംസാരിച്ചിരുന്നത്, ഈ തെക്കേ അമേരിക്കയിൽ സംസാരിച്ചിരുന്നത്. ഇവ രണ്ടും ലാറ്റിൻ ഭാഷയുടെ ഭാഗമാണ്. ഏത്? സ്പാനിഷും പോർച്ചുഗലും. അതുകൊണ്ടാണ് ഈ പ്രദേശം ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ തെക്കേ അമേരിക്കയാണ് ലാറ്റിൻ അമേരിക്ക എന്നുകൂടി അറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ നിയന്ത്രണം സ്ഥാപിച്ചിരുന്നത് സ്പെയിനും പോർച്ചുഗലുമാണ്. അതുകൊണ്ട് തന്നെ സ്പാനിഷ് ഭാഷയും പോർച്ചുഗീസ് ഭാഷയുമാണ് ഇവിടെ വ്യാപകമായി സംസാരിക്കുന്നത്. ഈ രണ്ട് ഭാഷകളും ലാറ്റിൻ ഭാഷയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ ലാറ്റിൻ അമേരിക്ക എന്ന് വിളിക്കുന്നത്. മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരെ 19-ാം നൂറ്റാണ്ടിൽ നടത്തിയ വിപ്ലവങ്ങളെയാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരെ 19-ാം നൂറ്റാണ്ടിൽ നടത്തിയ സമരങ്ങളെയാണ്, കലാപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വിപ്ലവങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങൾ. ഇത് ആരംഭിക്കുന്നത് വെനിസുലയിലാണ്. വെനിസുല 1806 ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഇത് ആരംഭിക്കുന്നത് എവിടെയെന്ന് നമ്മൾ പറഞ്ഞത്? 1806 വെനിസുലയിലാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ആരംഭിക്കുന്നത് 1806. തുടർന്ന് മെക്സിക്കോ, അർജന്റീന, ചിലി, ന്യൂ ഗ്രനാഡ, പെറു, ഇക്വഡോർ, ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ ഇങ്ങനെയുള്ള മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഈ വിപ്ലവം വ്യാപിക്കുകയാണ്. അപ്പോൾ വെനിസുലയിൽ 1806 ആരംഭിക്കുന്നു. തുടർന്ന് ഇതൊരു കാട്ടുതീ പോലെ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. എവിടെയൊക്കെ? മെക്സിക്കോ, അർജന്റീന, ചിലി, പെറു, ഇക്വഡോർ, ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ ഇങ്ങനെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഇത് പടർന്നു പിടിക്കുന്നു. ഈ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ആദ്യ നേതാവായിരുന്നു ഫ്രാൻസിസ്കോ മിരാൻഡ. ഫ്രാൻസിസ്കോ മിരാൻഡ.
ഇദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് ജോസെ സാൻ മാർട്ടിൻ സൈമൺ ബൊളിവർ എന്നിവർ നേതൃത്വം ഏറ്റെടുത്തു. അപ്പോൾ ആദ്യ നേതാവാരായിരുന്നു ഫ്രാൻസിസ്കോ മിരാൻഡ. അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്നാണ് ജോസെ സാൻ മാർട്ടിനും സൈമൺ ബൊളിവറും ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. ഈ ജോസെ സാൻ മാർട്ടിന് പെറു ഗവൺമെൻറ് സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് നൽകി. സംരക്ഷകൻ, പ്രൊട്ടക്ടർ. ആരെ വിളിച്ചു? ജോസെ സാൻ മാർട്ടിനെ വിളിച്ചു. ആരെ വിളിച്ചു? പെറു ഗവൺമെൻറ് വിളിച്ചു. ആ സ്ഥാനപ്പേര് നൽകി. ഇനി തെക്കേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളിവറെയാണ്. എന്താണ്? ലാറ്റിൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അല്ലെങ്കിൽ തെക്കേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്ന ആരെയാണ്? സൈമൺ ബൊളിവറെയാണ്. ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് വിമോചകൻ എന്നാണ്. ലിബറേറ്റർ, വിമോചകൻ എന്നാണ് വിളിക്കുന്നത്. ആരെ വിളിക്കുന്നത്? സൈമൺ ബൊളിവറെ വിളിക്കുന്നത് വിമോചകൻ എന്നാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് ചെറിയ ചോദ്യങ്ങളുണ്ടാകും. ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ നേതാക്കൾ ആരെല്ലാം ചോദിക്കാം, അല്ലെങ്കിൽ സംരക്ഷകൻ എന്നറിയപ്പെട്ടത് ആരെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ വിമോചകൻ ആരെന്ന് അറിയപ്പെട്ടതെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്ന ആരെയെന്ന് ചോദിക്കാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒക്കെ ചോദിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ഒന്ന് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച്. എന്താണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം? വടക്കേ അമേരിക്കയുടെ കിഴക്കേ തീരത്തുള്ള 13 കോളനികൾ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ 18-ാം നൂറ്റാണ്ടിൽ നടത്തിയ സമരത്തെയാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 13 കോളനികൾ? അത് ന്യൂയോർക്ക്, ന്യൂ ഹാംപ്ഷയർ, ന്യൂജേഴ്സി, കണക്റ്റിക്കറ്റ്, ന്യൂ ഫൗണ്ട്ലാൻഡ്, റോഡ് ഐലൻഡ്, ഫിലാഡൽഫിയ, സൗത്ത് കരോളിന, നോർത്ത് കരോളിന, വെർജീനിയ, ഡെലാവെയർ, മസാച്യുസെറ്റ്, ജോർജിയ എന്നിവയാണ് 13 കോളനികൾ. എന്തുകൊണ്ടാണ് കോളനികൾ ബ്രിട്ടനെതിരെ കലാപം നടത്തിയത്? അതിൻ്റെ ഒന്നാമത്തെ കാരണം കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. 2, ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ മാത്രമേ ഇറക്കുമതി ചെയ്യാവൂ എന്ന് കോളനികളോട് നിബന്ധന വച്ചു. 3, സപ്തവത്സര യുദ്ധം. ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടത്തിയ സപ്തവത്സര യുദ്ധത്തിൻ്റെ ചിലവിൻ്റെ ഒരു ഭാഗം കോളനികൾ വഹിക്കണമെന്ന് ബ്രിട്ടൻ ആവശ്യപ്പെട്ടു. 4, കോളനികൾക്ക് മേൽ പ്രത്യക്ഷ നികുതികൾ ചുമത്തി. 5, കോളനികളിലെ നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും സ്റ്റാമ്പ് നികുതി ഏർപ്പെടുത്തി. ഏത് നിയമപ്രകാരം? 1765 സ്റ്റാമ്പ് നിയമപ്രകാരം. അപ്പോൾ ഇതെല്ലാം കാരണമാണ് കലാപം തുടങ്ങിയത്. എങ്ങനെയാണ്? ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില എന്നിവയുടെ മേൽ നികുതി ചുമത്തി. ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില. അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ മേൽ നികുതി ചുമത്തി. ഈ നികുതി വർധനവിനെതിരെയാണ് കോളനിയിൽ സമരം ആരംഭിക്കുന്നത്. അപ്പോൾ ജെയിംസ് ഓട്ടിസിൻ്റെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. എന്താ? പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണ്. ഈ സമരമാണ് കോളനിയിലെമ്പാടും സമരക്കാർ പറഞ്ഞുകൊണ്ട് നടന്നത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, ഭരണത്തിൽ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തൂ, ഇല്ലാതെ നികുതിയില്ല. ഇതിനെ തുടർന്ന് തേയില ഒഴികെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളുടെയും നികുതി പിൻവലിച്ചു. തേയിലയുടെ നികുതി നിലനിർത്തി. അപ്പോഴാണ് 1773 ഡിസംബറിൽ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ട ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന തേയില പെട്ടികൾ മുഴുവൻ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷം ധരിച്ച് കപ്പലിൽ കടന്ന കോളനിയിലെ സമരക്കാർ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ സംഭവത്തെയാണ് എന്ത് വിളിക്കുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് വിളിക്കുന്നത്. ബോസ്റ്റൺ ടീ പാർട്ടി ഷോർട്ട് നോട്ട് ചോദിക്കാം. അപ്പോൾ ഇനി ഇതിൽ ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാൾ വഴികളാണ്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ വർഷം അടിസ്ഥാനത്തിൽ തന്നിട്ടുണ്ട്. 1773 ഫിലാഡൽഫിയയിലെ 1-ാം കോൺഗ്രസ്, 1775 2-ാം കോൺഗ്രസ്. അതിലാണ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ രാജാവിന് സമർപ്പിക്കുന്നത്. 1775 തന്നെ ജോർജ് വാഷിങ്ടൻ്റെ നേതൃത്വത്തിൽ കോളനി സൈന്യം ബ്രിട്ടനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. 1776 3-ാം കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ. അതിലാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. 1781 ബ്രിട്ടീഷ് സൈന്യം കീഴടങ്ങി.
1783 വെഴ്സായ് ഉടമ്പടി പ്രകാരം യുദ്ധം പൂർണ്ണമായി അവസാനിച്ചു. തുടർന്ന് അമേരിക്കൻ ഐക്യനാടുകൾ നിലവിൽ വരികയാണ്. ഈ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡൻ്റാണ് ആര്? ജോർജ് വാഷിങ്ടൺ. ഇനി നമ്മൾ നോക്കിയത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ്. തെക്കേ അമേരിക്കയാണ് ലാറ്റിൻ അമേരിക്ക എന്ന് പറയുന്നത്. ഈ തെക്കേ അമേരിക്കയിലെ മിക്ക രാജ്യങ്ങളും കൈയടക്കി വച്ചിരുന്നത് സ്പെയിനും പോർച്ചുഗലുമാണ്. അതിൽ ബ്രസീൽ മാത്രമേ പോർച്ചുഗലിൻ്റെതുള്ളൂ, ബാക്കിയെല്ലാം സ്പെയിനാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷ് ഭാഷയും പോർച്ചുഗീസ് ഭാഷയുമാണ്. ഇവ ലാറ്റിൻ ഭാഷയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതിനെ ലാറ്റിൻ അമേരിക്ക എന്നുകൂടി അറിയപ്പെട്ടിരുന്നത്. ഈ മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരെ 19-ാം നൂറ്റാണ്ടിൽ നടത്തിയ സമരങ്ങളെയാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്ന് വിളിക്കുന്നത്. ഇത് ആരംഭിക്കുന്ന വെനിസുലയിലാണ് 1806. അവിടെ തുടങ്ങിയ വിപ്ലവം ക്രമേണ മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. എങ്ങോട്ടൊക്കെ പോയി? മെക്സിക്കോയിലോട്ട് പോയി, അർജൻറ്റീന, ചിലി, ന്യൂ ഗ്രനാഡ, പെറു, ഇക്വഡോർ, ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ തുടങ്ങി വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ആദ്യ നേതാവ് ഫ്രാൻസിസ്കോ മിരാൻഡ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ജോസെ സാൻ മാർട്ടിൻ, സൈമൺ ബൊളിവർ. ഇതിൽ ജോസെ സാൻ മാർട്ടിനെ പെറു ഗവൺമെൻറ് എന്തെന്ന് വിളിച്ചു? സംരക്ഷകൻ എന്ന് വിളിച്ചു, എന്ന സ്ഥാനപ്പേര് നൽകി. തെക്കേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് ആരാണ്? സൈമൺ ബൊളിവറാണ്. അദ്ദേഹത്തെ എന്താ വിളിക്കുന്നത്? ജനങ്ങൾ എന്താ വിളിച്ചത്? വിമോചകൻ എന്ന് വിളിച്ചു. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗങ്ങളും ഈ ക്ലാസ്സിൽ പഠിച്ച ഭാഗങ്ങളും ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട കുറേ മേഖലകൾ ഇതിൽ വരുന്നുണ്ട്. അമേരിക്കയിലെ ആദിമ സംസ്കാരങ്ങൾ ഇതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. ആസ്ടെക് സംസ്കാരം, മായൻ സംസ്കാരം, ഇൻക സംസ്കാരം. അപ്പോൾ അത് ഞാൻ പറഞ്ഞു, ചെറിയ ചോദ്യങ്ങൾ തൊട്ട് എസ്എ ക്വസ്റ്റ്യൻസ് വരെ ആ ഭാഗത്ത് നിന്ന് ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് വന്നാൽ സമുദ്ര പരിവേഷണ യാത്രകൾ, ആ യാത്രകൾ അനുകൂല സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ള ചോദിക്കാം. സമുദ്ര പരിവേഷണ യാത്രകളുടെ ഫലങ്ങൾ എന്തായിരുന്നു എന്ന് ചോദിക്കാം. അതെല്ലാം വളരെ പ്രധാനപ്പെട്ട മേഖലകളാണ്. അത് കഴിഞ്ഞ് വന്നാൽ പിന്നീട് ഇന്ന് നമ്മൾ പറഞ്ഞ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, എന്തുകൊണ്ട് ബ്രിട്ടീഷ് കോളനികൾ അമേരിക്കൻ കോളനികൾ ബ്രിട്ടനെതിരെ യുദ്ധം നടത്തി, അതിൻ്റെ കാരണങ്ങൾ ചോദിക്കാം. എൻ്റെ നാൾ വഴികളിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ വർഷാടിസ്ഥാനത്തിൽ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ക്രോണോളജി ചോദിക്കാം. ധാരാളം വർഷങ്ങൾ പറയുന്നൊരു ചാപ്റ്ററാണിത്. അപ്പോൾ ആ വർഷങ്ങൾ നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം. അത് ചോദിക്കാം. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അത് ചുരുക്കിയേ പറയുന്നുള്ളൂ എങ്കിലും കുറച്ചധികം ഓൺവേഡുകൾ ആ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതും ചോദിക്കാം. അപ്പോൾ എസ്എ ക്വസ്റ്റ്യൻ, ഷോർട്ട് ക്വസ്റ്റ്യൻ, ഓൺവേഡുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ കഴിയുന്ന ഒരു ചാപ്റ്ററാണ് 7ാമത്തെ ചാപ്റ്റർ. ഇത് അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഇത് വളരെ ഭംഗിയായി നന്നായി നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ. മറ്റൊരു അധ്യായവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരത്തുള്ള 13 ബ്രിട്ടീഷ് കോളനികൾ 18-ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ന്യൂയോർക്ക്, ന്യൂഹാംഷെയർ, ന്യൂജേഴ്സി, കണക്റ്റിക്കട്ട്, ന്യൂഫൗണ്ട്ലാൻഡ്, റോഡ് ഐലൻഡ്, ഫിലാഡൽഫിയ, സൗത്ത് കരോലിന, നോർത്ത് കരോലിന, വെർജീനിയ, ദലാവെയർ, മസാച്യുസെറ്റ്, ജോർജിയ എന്നിവയാണ് 13 കോളനികൾ. കോളനികൾ ബ്രിട്ടനെതിരെ സമരം നടത്താനുള്ള കാരണങ്ങൾ: കോളനികളിലെ വ്യവസായത്തിലും വാണിജ്യത്തിലും ബ്രിട്ടൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ, ബ്രിട്ടനിലെ ഉൽപ്പന്നങ്ങൾ മാത്രമേ കോളനികൾ ഇറക്കുമതി ചെയ്യാവൂ എന്നുള്ള ബ്രിട്ടന്റെ നിബന്ധന, ബ്രിട്ടൻ ഫ്രാൻസുമായി നടത്തിയ സപ്തവത്സര യുദ്ധത്തിന്റെ ചിലവിന്റെ ഒരു ഭാഗം കോളനികൾ വഹിക്കണമെന്നുള്ള ആവശ്യം, കോളനികളുടെ മേൽ പ്രത്യക്ഷ നികുതികൾ ചുമത്തിയത്, കോളനികളിലെ നിയമപരമായ എല്ലാ പ്രമാണങ്ങളിലും സ്റ്റാമ്പ് നികുതി ഏർപ്പെടുത്തിയ 1765 സ്റ്റാമ്പ് നിയമം, ഈയം, ചായം, കടലാസ്, കണ്ണാടി, തേയില എന്നിവയുടെ മേൽ നികുതി ചുമത്തിയത്,
നികുതി വർധനവിനെതിരെ കോളനിയിലെ ജനങ്ങൾ ശക്തമായ സമരം സംഘടിപ്പിച്ചു. പ്രാതിനിധ്യമില്ലാതെ നികുതി പിരിക്കുന്നത് സ്വേച്ഛാധിപത്യപരമാണ് എന്ന ജെയിംസ് ഓട്ടിസിന്റെ മുദ്രാവാക്യം കോളനികളിൽ മുഴങ്ങിക്കേട്ടു. ഇതിനെ തുടർന്ന് തേയില ഒഴികെയുള്ള ഉൽപ്പന്നങ്ങളുടെ നികുതി പിൻവലിച്ചു. 1773 ഡിസംബറിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷമണിഞ്ഞ ഒരു വിഭാഗം അമേരിക്കൻ ജനത ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഒരു കപ്പലിൽ കയറുകയും അതിലുണ്ടായിരുന്ന തേയിലപ്പെട്ടികൾ കടലിലേക്ക് എറിയുകയും ചെയ്തു. ഈ സംഭവം ബോസ്റ്റൺ ടീ പാർട്ടി എന്നറിയപ്പെടുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നാൾവഴികൾ. 1774 കോളനികളുടെ പ്രതിനിധികൾ സമ്മേളിച്ച ഫിലാഡൽഫിയയിലെ ഒന്നാമത്തെ അമേരിക്കൻ കോൺഗ്രസ്. 1775 രണ്ടാം അമേരിക്കൻ കോൺഗ്രസ് ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം തയ്യാറാക്കി ബ്രിട്ടീഷ് രാജാവിന് സമർപ്പിച്ചു. 1775 തന്നെ ജോർജ് വാഷിംഗ്ടന്റെ നേതൃത്വത്തിൽ കോളനി സൈന്യം ബ്രിട്ടനെതിരെ യുദ്ധം ആരംഭിച്ചു. 1776 മൂന്നാമത്തെ അമേരിക്കൻ കോൺഗ്രസ് ഫിലാഡൽഫിയയിൽ സമ്മേളിച്ച് പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. 1781 ബ്രിട്ടീഷ് സൈന്യം കീഴടങ്ങി. 1783 വെഴ്സായ് ഉടമ്പടി പ്രകാരം യുദ്ധം പൂർണ്ണമായി അവസാനിച്ചു. തുടർന്ന് 13 കോളനികൾ സ്വതന്ത്രരാവുകയും അവർ ചേർന്ന് അമേരിക്കൻ ഐക്യനാടുകളായി മാറുകയും ചെയ്തു. അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ അധികാരമേറ്റു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. തെക്കേ അമേരിക്കയാണ് ലാറ്റിൻ അമേരിക്ക എന്നറിയപ്പെടുന്നത്. സ്പെയിനും പോർച്ചുഗലുമാണ് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. ബ്രസീൽ ഒഴികെ മറ്റെല്ലാ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സ്പെയിനിൻ്റെ കീഴിലായിരുന്നു. ബ്രസീൽ പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്നു. സ്പാനിഷ് ഭാഷയും പോർച്ചുഗീസ് ഭാഷയുമാണ് ഇവിടെ കൂടുതലായും സംസാരിച്ചിരുന്നത്. ഇവ രണ്ടും ലാറ്റിൻ ഭാഷയുടെ ഭാഗമായതിനാലാണ് ഈ പ്രദേശം ലാറ്റിൻ അമേരിക്ക എന്ന് അറിയപ്പെടുന്നത്. മധ്യ അമേരിക്കയിലെയും തെക്കേ അമേരിക്കയിലെയും രാജ്യങ്ങൾ സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ആധിപത്യത്തിനെതിരെ 19-ാം നൂറ്റാണ്ടിൽ നടത്തിയ വിപ്ലവങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എന്നറിയപ്പെടുന്നത്. 1806 വെനിസ്വേലയിലാണ് വിപ്ലവം ആരംഭിച്ചത്. തുടർന്ന് മെക്സിക്കോ, അർജന്റീന, ചിലി, ന്യൂ ഗ്രനാഡ, പെറു, ഇക്വഡോർ, ബൊളീവിയ, ബ്രസീൽ, കൊളംബിയ എന്നിവിടങ്ങളിലേക്ക് വിപ്ലവം വ്യാപിച്ചു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ആദ്യ നേതാവായിരുന്നു ഫ്രാൻസിസ്കോ മിരാൻഡ. അദ്ദേഹത്തിൻ്റെ മരണശേഷം ജോസെ സാൻ മാർട്ടിൻ, സൈമൺ ബൊളിവർ എന്നിവർ നേതൃത്വം ഏറ്റെടുത്തു. സാൻ മാർട്ടിന് പെറു ഗവൺമെൻറ് സംരക്ഷകൻ എന്ന സ്ഥാനപ്പേര് നൽകി. തെക്കേ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജോർജ് വാഷിംഗ്ടൺ എന്നറിയപ്പെടുന്ന സൈമൺ ബൊളിവറെ വിമോചകൻ എന്ന് ജനങ്ങൾ വിളിച്ചു.